ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു സ്കോളർഷിപ്പിനെ കുറിച്ചാണ് കേട്ടോ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ലാസ്റ്റ് വീഡിയോയ്ക്ക് കണ്ട കമൻറ്റാണ് ഈ ഗ്രാൻസിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ ആ സ്കോളർഷിപ്പിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആൻഡ് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ പ്രൈവറ്റ് കോളേജിലൊക്കെ ഇത്രയും ഫീ കൊടുത്ത് പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചൊരു കൺസെഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയ കാര്യമാണ്. അപ്പം നിങ്ങൾ മറക്കാതെ നിങ്ങൾക്കിത് എലിജിബിൾ ആണെങ്കിൽ നിങ്ങളിതിന് അപ്ലൈ ചെയ്യേണ്ടതാണ്. പ്ലസ് ഇത് 10th കഴിഞ്ഞ് +2 തൊട്ടിട്ടുള്ള +1 തൊട്ടിട്ടുള്ള എല്ലാവർക്കും ഇത് പറ്റും. PGക്ക് പറ്റും, UGക്ക് പറ്റും, എല്ലാ കോഴ്സിനും പറ്റും. അപ്പം ഈ സ്കോളർഷിപ്പാണ് ഇ ഗ്രാൻസിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ചെയ്യാൻ പോവാണ്. ഇതെല്ലാ കാറ്റഗറിക്കും പറ്റും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എലിജിബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടു നോക്കുക. ആൻഡ് നിങ്ങളുടെ കൺസെഷൻ നിങ്ങൾ ഉറപ്പായിട്ടും വാങ്ങാൻ മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത് ഇതിൻ്റെ ക്രൈറ്റീരിയനെ കുറിച്ചാണ്. ഇത് ആർക്കൊക്കെ കിട്ടും? ഇതെല്ലാ കാറ്റഗറിക്കും കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കോഴ്സിനും കിട്ടും, എല്ലാ കാറ്റഗറിക്കും കിട്ടും. പിന്നെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് OEC, SC, ST എന്ന കാറ്റഗറീസിന് ഇൻകം ലിമിറ്റ് ഇല്ല. പക്ഷെ OBC ആൻഡ് ജനറലിന് ആനുവൽ ഇൻകം <1 lakh ആയിരിക്കണം. അതാണ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പിന്നെ ഇതൊരു കാര്യം, നമ്മൾ മാനേജ്മെൻറ്റ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ആണെങ്കിൽ മാനേജ്മെൻറ്റ് സീറ്റും ഉണ്ട്, മെറിറ്റ് സീറ്റും ഉണ്ട്. ഇതിനകത്ത് മെറിറ്റ് സീറ്റിനാണ് ഈ എലിജിബിലിറ്റി കിട്ടുക, അതായത് ഈ ക്രൈറ്റീരിയ വെച്ചിട്ട് കിട്ടാൻ പോകുന്നത്. മാനേജ്മെൻറ്റ് സീറ്റിന് ഈ ക്രൈറ്റീരിയ വെച്ചിട്ട് കിട്ടില്ല. ആൻഡ് ഇനി ഇത് എപ്പോൾ അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ ചെയ്യുന്നിട്ടുള്ള ഫസ്റ്റ് ഇയർ തൊട്ടിട്ട് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. അഥവാ നിങ്ങൾ ഫസ്റ്റ് ഇയർ അപ്ലൈ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക, ഇത് നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിലും ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന് ഇന്ന ടൈം തൊട്ട് ഇന്ന ടൈം വരെയെന്നില്ല. അതായത് സൈറ്റ് എപ്പോഴും ഓപ്പൺ ആയിട്ട് തന്നെ കിടക്കും. അപ്പം നിങ്ങൾക്ക് എപ്പോൾ വേണേലും ഇതിന് അപ്ലൈ ചെയ്യാം. പിന്നുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ OBC ജനറൽ എന്ന കാറ്റഗറിക്ക് സെൽഫിൽ ഇതിന് കൊടുക്കാൻ പറ്റില്ല, ഈ ഗ്രാൻസിന് കൊടുക്കാൻ പറ്റില്ല. ആൻഡ് ഇനി ഇതിന് വേണ്ട ഡോക്യുമെൻസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുമ്പം ആദ്യം അഡ്മിഷൻ മെമോ, അതായത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അഡ്മിഷൻ ഇന്ന കോളേജിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണ് അത്. പിന്നെ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്, പിന്നെ നിങ്ങളുടെ 12th സർട്ടിഫിക്കറ്റ്, പിന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്ക്, ആധാറിൻ്റെ കോപ്പി, ഡിഗ്രി സർട്ടിഫിക്കറ്റ് PG സ്റ്റുഡൻസിന് വേണ്ടിയുള്ളതാണ്. ആൻഡ് അപ്പം ഇത്രയും ഡോക്യുമെൻറ്റ്സാണ് നിങ്ങൾ കൊണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇളവുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അടുത്ത പറയാൻ പോകുന്നത്. ഇതിൻ്റെ ഇളവുകൾ എന്താണെന്ന് വെച്ചാൽ ട്യൂഷൻ ഫീ ഇല്ല, സ്പെഷ്യൽ ഫീ ഇല്ല, എക്സാം ഫീയും എടുക്കേണ്ട ആവശ്യമില്ല. SC ST ആണെങ്കിൽ നിങ്ങൾക്ക് ഹോസ്റ്റൽ ഫീ കൂടെ കുറഞ്ഞ് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഫൈനലായിട്ട് കോളേജ് കിട്ടില്ല. ഇപ്പം നിങ്ങൾക്ക് ആദ്യം അല്ലസർ കിട്ടി നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്തു. അപ്പം അല്ലസറിൽ നിങ്ങൾ കൊടുക്കാൻ പാടില്ല. അത് കഴിഞ്ഞ് അപ്ഗ്രേഡ് ചെയ്തു പെർമനൻ്റ് ആയിട്ട് കിട്ടുന്ന കോളേജിലാണ് നിങ്ങൾ കോളേജ് ഇതാക്കിയിട്ടാണ് ഇത് കൊടുക്കേണ്ടത്. അപ്പം നിങ്ങളുടെ ഫൈനൽ കോളേജിലാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. പിന്നെ ഒരു കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക, നിങ്ങളുടെ ഫോണ് ആധാർ ഫോണായിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴേ നിങ്ങൾക്ക് ഈ കൺസെഷൻ കിട്ടും. പിന്നെ ഈ ഒരു സ്കോളർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വേറെ സ്കോളർഷിപ്പിന് കൊടുക്കരുത്. അങ്ങനെയാണെങ്കിൽ ഇത് ക്യാൻസൽ ആവും ഈ സ്കോളർഷിപ്പ്. അതെപ്പോഴും നമുക്ക് ഒരു സ്കോളർഷിപ്പ് കിട്ടാൻ ചാൻസ് ഉള്ളൂ. ഏറ്റവും നല്ല സ്കോളർഷിപ്പ് വെച്ചിട്ട് ചിലവ് തരുന്ന സ്കോളർഷിപ്പ് വെച്ചിട്ട് ബാക്കി സ്കോളർഷിപ്പ്സ് കട്ടായി പോകുന്നതാണ്. അപ്പം ഇത്രയാണ് ഈ ഗ്രാൻസിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇതിനെക്കുറിച്ച് ഇനിയും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരി, ടാറ്റാ.